പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ പുതിയ മാറ്റങ്ങൾ നീറ്റ് 2025 ബാധിക്കുമോ എന്നത് തർക്ക വിഷയമാണ്. എങ്കിലും നീറ്റിന് ശരി ഉത്തരം ഏതാണോ അതാണ് സെലക്ട് ചെയ്യുക എന്നറിയാമല്ലോ. സ്പെർമിയേഷനുമായി ബന്ധപ്പെട്ട് മുന്നേ ചോദ്യം വന്നപ്പോൾ ശരി ഉത്തരമാണ് സെലക്ട് ചെയ്തത്. എൻ സി ആർ ടിയിൽ നിന്നും വ്യത്യസ്തമായ ആൻസറിലേക്കാണ് പോയത്. സോ ശ്രദ്ധിച്ച് ഓപ്ഷൻ നോക്കി മാത്രം ഉത്തരം എഴുതുക. പ്ലസ് ടുവിലെ മാറ്റങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്ലസ് വണ്ണിലെ ചേഞ്ചസ് ആണ് നോക്കുന്നത്. പ്ലസ് വണ്ണിൽ ആശയപരമായി തന്നെയുള്ള പ്രധാന മാറ്റങ്ങളുണ്ട്. ഒന്നാമതായിട്ടുള്ള മാറ്റം കെമിക്കൽ കോർഡിനേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പൊസിഷൻ മുന്നേ ആൻറ്റീരിയർ ടു കിഡ്നി എന്നായിരുന്നല്ലോ. പുതിയ ടെക്സ്റ്റിൽ അത് എബവ് ഓർ സുപ്പീരിയർ ടു കിഡ്നി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ശരിയും, നമുക്കറിയാമല്ലോ. രണ്ടാമത്തെ മാറ്റം ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റിലെ ഹയോയിഡ് ബോണിനെ പറ്റിയുള്ളതാണ്. ഹയോയിഡ് ബോൺ ഇൻക്ലൂഡഡ് ഇൻ സ്കൾ എന്നായിരുന്നു മുന്നത്തെ ടെക്സ്റ്റിലുണ്ടായിരുന്നത്. എന്നാൽ പുതിയ ടെക്സ്റ്റിൽ അത് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ സ്കൾ എന്നാക്കിയിട്ടുണ്ട്. അതായത് ഹയോയിഡ് ബോണ് സ്കളിൻ്റെ ഭാഗമല്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ATP സിന്തസിസ് ഇൻ മൈറ്റോകോൺട്രിയ പറയുന്ന ഭാഗത്ത് ഡയഗ്രത്തിൽ 2H+ എന്നായിരുന്നു. എന്നാൽ പാരഗ്രാഫിൽ അത് 4H+ ആയിരുന്നു. പുതിയ ടെക്സ്റ്റിൽ അത് ഡയഗ്രത്തിലും 4H+ ആയി തന്നെ കറക്ഷൻ നടത്തിയിട്ടുണ്ട്. മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് സെല്ലിൻ്റെ സ്ട്രക്ചർ പറയുന്ന ഭാഗത്ത് ബോത്ത് പ്രോകാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് സെൽസ് ഹാസ് സെമി ഫ്ലൂയിഡ് മാട്രിക്സ് എന്നാക്കിയിട്ടുണ്ട്. മുന്നേ ഇത് യൂക്കാരിയോട്ടിക് സെല്ലിൽ ഫ്ലൂയിഡ് മാട്രിക്സ് എന്നായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതേപോലെ തിയോഡർ ഷാനെ ജർമ്മൻ സുവോളജിസ്റ്റ് എന്നും തിരുത്തിയിട്ടുണ്ട്. മുന്നേ ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് എന്നായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.